ശരി, ഇത് ഞാൻ കണ്ടിട്ടില്ല. അന്ന വലിയ കാര്യമല്ലേ? ഞങ്ങൾ നല്ലൊരു കമ്പനിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് മൂപ്പരെ കാണുന്നത് ഞാൻ വീട് കൂട്ടിയിരുന്ന സമയത്ത് അന്ന് കുടിയിരിക്കലിന് വരാൻ പറ്റാത്ത സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവർക്കൊരു വിരുന്ന് ഞാൻ വീട്ടിൽ വെച്ചിരുന്നു. മൂപ്പരിങ്ങനെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ ഇവിടെ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ സ്നേഹിതന്മാർ വരുന്നൊരു പരിപാടി ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടെ ഉള്ള ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ കരുതിയത് അല്ലാത്ത ഭക്ഷണങ്ങൾ ഞാൻ മൂപ്പർക്ക് കൊടുത്തു. മൂപ്പരത് കഴിച്ച് പോവുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മ ചോദിച്ചു വന്നിട്ട് അത് ആരെ വന്നിരുന്നു ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ആൾ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മനോടൊരു സഹാബിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു. ആ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറൈശികളിലെ പൗരപ്രമുഖരുമായിട്ടുള്ള ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ആ ഒരു സദസ്സിലേക്ക് ആരും വരരുതെന്ന് റസൂൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നു. അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം സലാം ചൊല്ലിയിട്ടാണ് വരുന്നത്. റസൂല് പ്രത്യഭിവാദ്യം ചെയ്തു. പക്ഷേ ആ വരവ് റസൂലിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. റസൂലിൻ്റെ ആ ഒരു അനിഷ്ടം വാക്കുകളിലൊന്നും പ്രകടമായിട്ടില്ല. ആകെ സംഭവിച്ചത് റസൂലിൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. നെറ്റി ചുളിയുന്നതിന് അറബിയിൽ അബസ എന്നാ പറയാ. അബസ എന്ന് പറയുന്ന ഒരു ഖുർആനിലെ ഒരു അധ്യായം തന്നെ ഉണ്ട്. പിന്നീട് എപ്പോഴൊക്കെയാണ് റസൂല് ആ സഹാബിയെ കാണുന്നത്, അപ്പോഴൊക്കെ റസൂല് ആ സഹാബിയെ ചേർത്ത് പിടിച്ചിട്ട് പറയും, പ്രിയപ്പെട്ട അബ്ദുള്ള, നിങ്ങളെൻ്റെ സഹോദരനാണ്, നിങ്ങളെൻ്റെ കൂടപ്പിറപ്പാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റി ചുളിഞ്ഞ ആ കാര്യം ആ സഹാബി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ സഹാബിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസം ഉണ്ടായിട്ടില്ല. കാരണം ആ സഹാബിക്ക് കണ്ണ് കാണൂലായിരുന്നു. എന്നിട്ടും അള്ളാഹു ആകാശത്ത് നിന്ന് ഇടപെടുകയാണ്, റസൂലെ അങ്ങ് ചെയ്ത് ശരിയായില്ല. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റസൂലിനെ അള്ളാഹു തിരുത്തുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ആ ഒരു പാവം കണ്ണ് കാണാത്ത സഹാബിക്ക് വേണ്ടിയിട്ട്. എന്തിന്? മനുഷ്യനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു ശിക്ഷണം നൽകുകയാണ്. ഈ ഒരു ചരിത്രമാണ് ഓർമ്മ വരിക. എന്തായാലും മൂപ്പരെ പരലോക ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ. ഞാൻ പോട്ടെ, എന്നാൽ ശരി കേട്ടാ.